ഇഷ്ടമാണ് എന്റെ SRIJA spread halwa. Taste ഇങ്ങനെ penetrate ചെയ്യുന്ന taste. നല്ല ടേസ്റ്റ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. പുളി ഉണ്ട്. Super. Amazing. ഒന്നിന് ഡയറ്റിലല്ലേ? Yo guys, welcome back to Dr. Vlogs. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടു കാണുമല്ലോ, ബ്രെഡ് ഹൽവ. അപ്പം നമുക്ക് എങ്ങനെ ബ്രെഡ് ഹൽവ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയതിന് ശേഷം സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞങ്ങളുടെ ഒരു വീഡിയോസ് പോലും മിസ്സാവാൻ നിങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഹൽവയിലോട്ട് പോകാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചസാര, പിന്നെ കാഷ്യൂ, പിന്നെ ഗീ, പിന്നെ ഏലക്ക, പിന്നെ ഒരു പാക്കറ്റ് പാല്, പിന്നെ ബ്രെഡ്. കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് കിസ്മിസ് യൂസ് ചെയ്യാം. ആദ്യം ബ്രെഡ് എടുത്തിട്ട് ഉണക്കണം. വെയിലത്ത് വെച്ച് ഉണക്കിയ ബ്രെഡാണ് ഇതിപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുക സംഭവം. ഇതിപ്പോൾ റസ്ക് മാതിരി ആയിട്ടുണ്ട്, ഭയങ്കര കട്ടിയായിട്ടുണ്ട്. ഇപ്പൊ ഉണക്കി വെച്ചേക്കിന്റെ ഇതെന്ന് വെച്ചാൽ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എണ്ണ പിടിക്കത്തില്ല. എണ്ണ കുറച്ച് ഇത് വറുക്കുമ്പോൾ എടുക്കത്തുള്ളൂ. ഉണക്കിയ ശേഷം ഇതിങ്ങനെ മുറിച്ച് കൊച്ചു കൊച്ചു പീസാക്കി. ഇനി പാൻ ചൂടാൻ ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് കുറച്ച് പിന്നെ എണ്ണ ബാക്കി. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് ഇടാനുള്ളത്. ബ്രെഡ് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് ഏകദേശമൊക്കെ മരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റണം. മൊത്തം ഈ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം ബ്രെഡൊക്കെ ഒന്ന് വറുത്തിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ് ഇനി പ്ലേറ്റിലോട്ട് മാറ്റും. അങ്ങനെ എല്ലാ സ്റ്റെപ്പിലും നമ്മളെല്ലാ ബ്രെഡും വറുത്ത് അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് അടുത്തത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ്. പഞ്ചസാര ഇട്ട് ഷുഗർ സിറപ്പിന് വേണ്ടിയുള്ള ഒരു കപ്പ് പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്
പൊടിച്ച് വെച്ച ഏലക്ക കുറച്ചിടാൻ പോവാണ്. 4-5 എണ്ണം. പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഷുഗർ സിറപ്പിലോട്ട് കുറച്ച് പാൽ കൂടെ ഒഴിക്കണം. ഏകദേശം ഷുഗർ സിറപ്പൊക്കെ ചൂടായതിനു ശേഷം 1 കപ്പ് പാൽ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. ഇതിനകത്ത് ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് അങ്ങോട്ട് ഇടുക. ഈ ബ്രെഡിലോട്ട് പാലൊക്കെ സോക്കായതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ഇളക്കി പോയി. കളർ ഉപയോഗിക്കേണ്ടവർക്ക് കളറൊക്കെ യൂസ് ചെയ്യാം. നമ്മളിപ്പം ഇതിൻ്റെ നാച്ചുറൽ കളറിൽ തന്നെ എടുക്കും. പഞ്ചസാര കുറവാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ഈ പോയിന്റിൽ മിക്സ് ചെയ്യണം. കുഴയുന്ന വരെ ഇളക്കി പോകേണ്ടിയിരിക്കും. ഏകദേശം ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിത് ഇളകിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ഏകദേശം കട്ടയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റിക്കി ആവുന്നുണ്ട്. നല്ല കട്ടി ഹലുവയുടെ ഒരു ഷേപ്പിലൊക്കെ ആവുന്നുണ്ട്. പാത്രത്തിൽ വിട്ട് കിട്ടുക.
ബ്രൗൺ ആയിട്ടുണ്ട്. എന്നിട്ട് സ്റ്റിക്കി ഇതിങ്ങനെ വിട്ട് വരണം, ചട്ടിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരണം. നെയ്യെല്ലാം പുറത്ത് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയില്ല ഇപ്പം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാഷ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് കഴിക്കാൻ ഭാഗമായിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് കഴിച്ചു നോക്കാം. പുളി സോഫ്റ്റ് ഒക്കെ ഉണ്ട്. കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ടെക്സ്ചർ ഭയങ്കര സോഫ്റ്റ് ആണ്, അങ്ങോട്ട് ഇറങ്ങിപ്പോ. പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് കശുണ്ട്, കുറച്ച് ബദാം, അതിങ്ങനെ ഇങ്ങനെ കിട്ടുന്നെങ്കിൽ കുറച്ചും കൂടെ സന്തോഷം കൂടും. ടേസ്റ്റ് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. Yeah, this tastes so good. I know she's a professional. So professional. So Polly and എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ശ്രീജയ this bread halwa and a great applause for this, okay? Yeah, please. Super! Amazing!